ഇന്നത്തെ ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. ദൈവം തന്റെ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടുതൽ സന്തോഷങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പോകുന്നു എന്നാണ്. പെട്ടെന്ന് എന്തെങ്കിലും അശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചേക്കുമോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് അനുകൂല ഊർജ്ജം അനുഭവിക്കുക. ചില പോസിറ്റീവ് ശക്തികൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നല്ല ദിനങ്ങൾ വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഏതോ ഒരു വഴിയിൽ ഒരു ശക്തി നിങ്ങളെ നിരന്തരം സഹായിക്കുന്നുണ്ട്, നിരന്തരം നിങ്ങളെ നയിക്കുന്നുണ്ട്. നിങ്ങളുടെ വഴിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഓരോന്നായി തനിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില അപരിചിതർ പെട്ടെന്ന് സുഹൃത്തുക്കളായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഈശ്വരന്റെ വലിയ കൃപ നിങ്ങളിൽ വർഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ മാലാഖമാർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവ്യശക്തികൾ നിങ്ങൾക്ക് വഴികാണിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ്. ദിവസവും മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക. എപ്പോഴൊക്കെ പരമപിതാവായ ഈശ്വരനോട് എന്തെങ്കിലും ചോദിക്കുന്നുവോ നിങ്ങളോടൊപ്പം മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുക. എന്നിട്ട് ഭാഗ്യം എങ്ങനെ മാറുമെന്ന് നോക്കൂ. നിനക്ക് മുന്നോട്ടു പോകാനുള്ള വഴി തുറന്നിരിക്കുന്നു. പ്രപഞ്ചം തന്നെ നിനക്ക് വഴി കാണിച്ചു തരികയാണ്. നീ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നിന്റെ കാൽവയ്പ്പുകൾ സ്വയം മുന്നോട്ടു പോകും. നിന്നോടൊരു ഒത്തുചേരൽ ഉണ്ടാകാൻ പോകുന്നു. എന്റെ കുഞ്ഞെ, നിന്റെ ഉള്ളിലെ കഴിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ അനുഭവം നിനക്കുണ്ടാകും. നിനക്ക് സാക്ഷാത്കാരമുണ്ടാകും. നീ സന്തോഷങ്ങളുമായി പൊരുത്തപ്പെട്ടു നിൽക്കുന്നു. നിന്റെ നല്ല പെരുമാറ്റം കാരണം നീ ആളുകളുടെ സുഹൃത്തായി മാറിയിരിക്കുന്നു. നിന്റെ ഈ പെരുമാറ്റം നിന്നെ വളരെ ദൂരം കൊണ്ടുപോകും. വളരെ വലിയൊരു വിജയം നീ നിന്റെ പേരിൽ കുറിക്കും. പരമാത്മാവിന്റെ ശക്തികളിൽ നീ വിശ്വസിക്കുന്നു. നിനക്ക് ആരോടും ഒരു പരാതിയുമില്ല. നീ മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നു. നിന്റെ ഈ നല്ല കർമ്മങ്ങളുടെ ഫലം നിനക്ക് ഉടൻ ലഭിക്കും. എല്ലാ പ്രവൃത്തികളിലും നിനക്ക് തുടർച്ചയായി വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ വഴിയിൽ വരുന്ന തടസ്സങ്ങൾ ഇനി അവസാനിക്കും. ബുദ്ധിമുട്ടുകളുടെ കാലം കഴിഞ്ഞു. നീ സുരക്ഷിതനായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാവി വളരെ സുരക്ഷിതമാണ്. നീ ഭയപ്പെടേണ്ടതില്ല. ഉത്കണ്ഠകളും പ്രശ്നങ്ങളും ഇപ്പോൾ അവസാനിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും കുറയുകയാണ്. ആളുകൾ നിന്റെ സുഹൃത്തുക്കളാകുന്നു. നീ വളരെ ദൂരം മുന്നോട്ടു പോകാൻ പോകുന്നു. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ മറ്റൊരു സുവർണാവസരം ലഭിക്കാൻ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, ഇനി അബദ്ധത്തിൽ പോലും ഒരു തെറ്റും ആവർത്തിക്കരുത്. അറിഞ്ഞുകൊണ്ട് നീ നിന്റെ വിജയത്തെ കിട്ടാറായ സമയത്ത് നഷ്ടപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വിജയം ഞാൻ നിന്നിലേക്ക് അയക്കുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. കണ്ണടച്ച് മറ്റുള്ളവരെ വിശ്വസിക്കരുത്. നീ പ്രാപ്തനാണ്. നീ കഴിവുള്ളവനാണ്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് കഴിയും. നിനക്ക് നിന്നെത്തന്നെ അറിയാം. നീ വളരെ വിലപ്പെട്ടവനാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിനക്കായി വിജയത്തിന്റെ വാതിൽ തുറക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ വലിയ പ്രശ്നങ്ങളും ഇനി പതിയെ അവസാനിക്കും. നിനക്ക് നിന്റെ പ്രവൃത്തികളിൽ വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകം നിനക്കായി തിളങ്ങും. നിന്റെ പ്രവൃത്തികൾ പ്രശംസിക്കപ്പെടും. സമ്പത്ത് ലഭിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം നീ തന്നെയാകും. നിന്റെ ജീവിതത്തിൽ നിന്റെ വ്യക്തിത്വം വികസിക്കാൻ പോകുന്നു. നിന്റെ ഉത്കണ്ഠകൾ ഇപ്പോൾ മാറുകയാണ്. നിനക്ക് ലഭിക്കുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ നേട്ടം നിന്നെ വളരെ ദൂരം കൊണ്ടുപോകും. സത്യത്തിൽ നിന്റെ നല്ല ദിനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ചില വാതിലുകൾ തുറക്കുന്നു. ലക്ഷ്യം ഇപ്പോൾ അടുത്താണ്. മുന്നോട്ടു പോവുക. പെട്ടെന്നൊരു വലിയ സന്തോഷവാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്കായി സന്തോഷത്തിന്റെ വലിയൊരു വാതിൽ തുറക്കാൻ പോകുന്നു. അടഞ്ഞുകിടന്നിരുന്ന ഈ ഭാഗ്യം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് മറ്റാരുടെയും കാരണമല്ല. നിങ്ങളുടെ സ്വന്തം നല്ല കർമ്മങ്ങളുടെ ഫലമാണ്. ഉറപ്പായിരിക്കുക, ഈ സുവർണയാത്ര വളരെ ദൂരം പോകാനുള്ളതാണ്. പരമപിതാവായ ഈശ്വരൻ തന്നെ തന്റെ കൃപ വർഷിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കാൽവയ്പ്പുകൾ മുന്നോട്ടു പോകുന്നതിനെ ആർക്കും തടയാനാവില്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം വലിയ വിജയം നേടും. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കും. വളരെ വലിയൊരു വിജയം നിങ്ങളുടെ പേരിൽ കുറിക്കാൻ പോകുന്നു. എന്റെ കുഞ്ഞെ, പോസിറ്റീവ് ശക്തികളുണ്ട്. ദുഷ്ടശക്തികൾക്കിനി നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ചേരാൻ പോകുന്നു. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടു. ഇനി സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ കാണാൻ പോകുന്നു. സുഖത്തിന്റെ മഴ പെയ്യും. സമാധാനം ലഭിക്കും. നിങ്ങളുടെ മനസ്സ് ആനന്ദഭരിതമാകും. നിങ്ങൾ സന്തോഷവാനാകും. പരമപിതാവായ ഈശ്വരൻ നിങ്ങളെ എവിടെ നിന്നും എവിടേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ നോക്കൂ. എല്ലാം വ്യക്തമാകാൻ പോകുന്നു. ഒരു സത്യം, ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും. എന്റെ പ്രിയപ്പെട്ടവനെ, ഇതൊരു യാദൃച്ഛികതയല്ല. ഈ സന്ദേശം ഇപ്പോൾ നിന്നിലെത്തണം എന്നത് എന്റെ ആഗ്രഹമാണ്. പ്രപഞ്ചം ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്.
ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിക്കും. കൂടാതെ ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ സ്വയം മാറി സന്തോഷത്തിന്റെ സമയം ആരംഭിക്കും. നോക്കി നിൽക്കെ നിന്റെ ജീവിതം അത്ഭുതകരമായി മാറും. എന്റെ കുഞ്ഞേ, നീ ജീവിതത്തിൽ പ്രതിസന്ധികൾ കണ്ടു. നീ കഠിനാധ്വാനം കണ്ടു. ഒരുപാട് വെല്ലുവിളികൾ കണ്ടു. അതിനുശേഷം പോരാട്ടത്തിന്റെ ഒരു കാലഘട്ടം കണ്ടു. നിനക്ക് വേണ്ടപ്പെട്ടവർ നിന്നെ വഞ്ചിച്ചപ്പോൾ നിന്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു. നിന്റെ ഹൃദയം വേദനിച്ചു. എന്നാൽ ആ കാലമെല്ലാം അവസാനിച്ചു. വിജയത്തിന്റെ ഒരു സുവർണവശം നീ ഇനി കാണും. നീ ഒരു സന്തോഷകരമായ യാത്രയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. നീ ദീർഘായുസ്സോടെ ഇരിക്കും. നീ ആരോഗ്യവാനായിരിക്കും. നിന്റെ ജീവിതം ശാരീരികമായും മാനസികമായും ഇനി അത്രത്തോളം ആരോഗ്യപൂർണമാകും. നീ എടുക്കുന്ന ഏത് തീരുമാനവും നിന്നെ വിജയത്തിലേക്ക് നയിക്കും. നിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാകാൻ പോകുന്നു. നിന്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും മാറാൻ പോകുന്നു. നിന്റെ സന്തോഷങ്ങളുടെ കുറച്ച് ഊർജം, ചില ദിവ്യപ്രകാശങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നിന്നെ കണ്ട്, നിന്റെ വിജയം കണ്ട് ആളുകൾ അത്ഭുതപ്പെടും. നീ ഒരിക്കലും ചിന്തിക്കാത്ത അത്രയും സന്തോഷം നിനക്ക് ലഭിക്കാൻ പോകുന്നു. നീ അത് ഇനി നേടും. ഇത് നിന്റെ ഏറ്റവും മികച്ച വർഷമാണ്. ഇത് നിന്റെ മികച്ച ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നു. സത്യത്തിൽ നീ പരമാത്മാവിലേക്ക് അയച്ച പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായ പദ്ധതികളിലൂടെ നിനക്കിനി വിജയം ലഭിക്കാൻ പോകുന്നു. സന്തോഷത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. നിന്റെ ജീവിതം ദിവ്യപ്രകാശം കൊണ്ട് അലങ്കരിക്കപ്പെടുകയാണ്. ഇന്നുവരെ നീ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നിമിഷനേരം കൊണ്ടില്ലാതാകും. നോക്കി നിൽക്കെ നീ സമ്പന്നനാകും. ഇതുവരെ നിന്റെ പക്കലില്ലാതിരുന്നവയും നീ ഇനി സ്വന്തമാക്കും. ഇനി നിന്നോടൊപ്പം എല്ലാം നല്ലതു മാത്രമേ സംഭവിക്കൂ. നിന്റെ ഭാവി സുരക്ഷിതമാണ്. ഇനി നിന്നിൽ സുഖത്തിന്റെ മഴ പെയ്യും. ആരും നിന്നെ സഹായിക്കാതിരുന്ന സമയങ്ങളും നീ കണ്ടിട്ടുണ്ട്. നിന്റെ വഴിയിൽ എത്രയോ പ്രശ്നങ്ങൾ വന്നുപോയി. എന്നിട്ടും നിന്റെ ജീവിതരീതിയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്റെ കുഞ്ഞെ, നീ നിന്റെ ജീവിതത്തെ വളരെ നന്നായി മെച്ചപ്പെടുത്തിയിരിക്കുന്നു. നിനക്ക് ഏതെങ്കിലും കാര്യത്തിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റുള്ളവർക്കായി പ്രാർത്ഥനകൾ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളും സൗകര്യങ്ങളായി മാറുകയാണ്. നിനക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ലഭിക്കും. നിന്റെ ജീവിതത്തിൽ വളരെ മനോഹരമായ നിമിഷങ്ങൾ വരാൻ പോകുന്നു. അത് നിന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. സമയം ആരുടേതുമല്ല, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ സമയം ഇപ്പോൾ നിനക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളിൽ തന്നെ ഒരു ശക്തി നീ അനുഭവിച്ചറിയും. ഏതുപ്രകാരം ചെളിയിൽ താമര വിരിയുന്നുവോ അതുപോലെ തന്നെ നിന്റെ പ്രത്യേകതകൾക്കിടയിൽ നിന്റെ ജീവിതം പൂത്തുനിൽക്കും. നിന്റെ ഭാഗ്യം തിളങ്ങും. എന്റെ പ്രിയപ്പെട്ടവനെ, നീ വളരെ ദൂരം മുന്നോട്ടു പോകും. ഒരു ദിവ്യശക്തി നിനക്ക് സുരക്ഷാകവചമായി മാറുന്നു. നിനക്ക് വഴി കാണിക്കുന്നു. നീ ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. നിന്റെ വഴിയിൽ ഇനി ഒരു തടസ്സവും ഉണ്ടാകില്ല. ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ സന്തോഷങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പോകുന്നു. പെട്ടെന്ന് എന്തെങ്കിലും അശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചേക്കുമോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് അനുകൂല ഊർജം അനുഭവിക്കുക. ചില പോസിറ്റീവ് ശക്തികൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നല്ല ദിനങ്ങൾ വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഏതോ ഒരു വഴിയിൽ ഒരു ശക്തി നിങ്ങളെ നിരന്തരം സഹായിക്കുന്നുണ്ട്. നിരന്തരം നിങ്ങളെ നയിക്കുന്നുണ്ട്. നിങ്ങളുടെ വഴിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഓരോന്നായി തനിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില അപരിചിതർ പെട്ടെന്ന് സുഹൃത്തുക്കളായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഈശ്വരന്റെ വലിയ കൃപ നിങ്ങളിൽ വർഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ മാലാഖമാർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവ്യശക്തികൾ നിങ്ങൾക്ക് വഴി കാണിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ്. ദിവസവും മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക. എപ്പോഴൊക്കെ പരമപിതാവായ ഈശ്വരനോട് എന്തെങ്കിലും ചോദിക്കുന്നുവോ നിങ്ങളോടൊപ്പം മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുക. എന്നിട്ട് ഭാഗ്യം എങ്ങനെ മാറുമെന്ന് നോക്കൂ. നിന്നിൽ എന്തോ ഒന്നുണ്ട്. അത് നിന്നെ പ്രത്യേകതയുള്ളവനാക്കുന്നു. നീ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഫലം നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭാവി വളരെ സുരക്ഷിതമാണ്. ഈ സമയം നിന്റെ മനസ്സിൽ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. അത് നിന്നെ വിജയത്തിലേക്ക് നയിക്കും. നിരന്തരം നീ നേടുന്ന ചില കാര്യങ്ങൾ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാവിയിൽ പെട്ടെന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളിൽ നീ ശ്രദ്ധ കൊടുക്കാതിരിക്കേണ്ടത് നിനക്ക് വളരെ ആവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ ഉള്ളിലെ എല്ലാ പോരായ്മകളും മാറിക്കിട്ടും. നീ ശ്രേഷ്ഠനാണ്. നിന്റെ ഉള്ളിൽ ശ്രേഷ്ഠമായ ഗുണങ്ങളുണ്ട്. കൂടുതൽ ചിന്തിക്കരുത്. കുഴപ്പങ്ങളിൽ പെടരുത്. നിന്നെ തന്നെ തിരിച്ചറിയുക. പ്രപഞ്ചത്തിന്റെ ശക്തികൾ നിനക്കെപ്പോഴും എന്തെങ്കിലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മാധ്യമമായി മാറുകയാണ്. നിന്റെ ശ്രമങ്ങളെ വിജയകരമാക്കാൻ ഈ സമയം നിന്നെ വളരെ ദൂരം കൊണ്ടുപോകും. നീ വളരെ ദൂരം മുന്നോട്ടു പോകും.
നീ എന്റെ കുഞ്ഞാണ്. ഒരു ഫലവും ലഭിക്കാത്ത പല കാര്യങ്ങളും നീ പലതവണ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ മറ്റുള്ളവരുടെ സന്തോഷം നോക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ഇനി നിന്റെ ഊഴമാണ്. ഇനി നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ദൂരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതം പ്രശ്നങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെ നിനക്ക് അസാധ്യമായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ നീ കണ്ട സ്വപ്നങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ചില സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നിങ്ങളോടൊപ്പം ചേരാൻ അവർ വളരെ ദൂരം കൂടെയുണ്ടാകും. അവർ വിജയം നേടിത്തരും. നിന്റെ ജീവിതം ഉള്ളിൽ നിന്നും ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോരായ്മകൾ മാറുകയും നീ ശ്രേഷ്ഠനായി മാറുകയും ചെയ്യുന്നു. അത്ഭുതകരമായി നിന്റെ മടിശീല നിറയും. നീ എപ്പോഴും അനുഭവിക്കുന്നൊരു കുറവ്, ജീവിതത്തിൽ ശൂന്യതയും അപൂർണതയും തോന്നുന്നു. ഇപ്പോൾ ആ കുറവും പെട്ടെന്നില്ലാതാകാൻ പോകുന്നു. നിന്റെ ജീവിതം പൂർണ്ണമാകാൻ പോകുന്നു. നീ വിജയിക്കും, സാർത്ഥകമാകും. വളരെ മനോഹരമായി നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകും. ദിവ്യമായ വാതിലുകൾ തുറക്കുന്നു. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇപ്പോൾ നിനക്ക് തനിയെ ലഭിക്കാൻ പോകുന്നു. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവനെ, പരമാത്മാവ് എങ്ങനെ തന്റെ കൃപ നിന്നിൽ വർഷിക്കുന്നു എന്ന്. ആ സൂചനകളെ മനസ്സിലാക്കുക. ജീവിതത്തിൽ വളരെ ദൂരം പോകാനുണ്ട്. ഒരുപാട് മുന്നോട്ടു പോകാനുണ്ട്. നീ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അപൂർണമായി കിടക്കുന്നു. നീ വളരെ വലിയ വിജയം നേടും. നീ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കും. പോസിറ്റീവായിരിക്കുക. മുന്നോട്ടു പോവുക. പ്രപഞ്ചത്തിന്റെ ഈ ദിവ്യമായ സന്ദേശം ഈ നിമിഷം നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവനെ, ഇതൊരു യാദൃച്ഛികതയല്ല. ഈ സന്ദേശം ഇപ്പോൾ നിനക്ക് ലഭിക്കണം എന്നത് എന്റെ ആഗ്രഹമാണ്. ലക്ഷ്യമിനി അകലെയല്ല. നോക്കൂ, നിനക്ക് മുന്നിൽ എങ്ങനെയാണ് വഴികൾ തുറക്കുന്നതെന്ന്. നീ കണ്ട സ്വപ്നങ്ങളുടെ ഒരു കാലം, എല്ലാ സ്വപ്നങ്ങളും ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ നിന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം വയ്ക്കുക. ആ ആഗ്രഹം വളരെ വേഗം പൂർണ്ണമാകും. ഈ കാര്യത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. നോക്കൂ, നീ സമൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം അത്ഭുതകരമായിക്കൊണ്ടിരിക്കുകയാണ്. തടസ്സങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാകുന്ന അനുഗ്രഹങ്ങൾ. എന്റെ രീതികൾ ലോകത്തിന് വിപരീതമാണ്. അവ ദുരൂഹവും അഗാധവുമാണ്. അനിശ്ചിതത്വത്തിന്റെ ഈ നിമിഷങ്ങളിൽ നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. എനിക്കുവേണ്ടി വിശ്വാസം കാത്തുസൂക്ഷിക്കുക. നിങ്ങൾക്ക് പലപ്പോഴും അജ്ഞാതമായ സ്ഥലങ്ങളിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. നിന്ദിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ വാക്കുകളെ വിദ്വേഷത്തിൽ നിന്നും അകറ്റി നിർത്തുക. ലളിതവും സമർപ്പിതരുമായ ആളുകളെ ഞാൻ വിലമതിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം സേവനം ചെയ്യുന്നവർ അവർ ആഴത്തിൽ സ്നേഹിക്കുകയും എന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഈ ഗുണങ്ങളെ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും എനിക്കായി തുറക്കുക. എന്റെ ആത്മാവിനെ നിങ്ങളുടെ അസ്തിത്വത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്കെന്നിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കാം. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ആഴത്തിലുള്ള ആഗ്രഹങ്ങളും എനിക്കറിയാം. നിങ്ങളുടെ ഹൃദയത്തിലെ ശാന്തമായ ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ കാഴ്ചയിൽ നിന്നൊന്നും മറഞ്ഞിരിപ്പില്ല. നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിലെ പവിത്രതയെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ തെറ്റായ ചുവടുവയ്പ്പുകൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ഒരിക്കൽ എന്നിൽ നിന്നും അകറ്റിയ നിങ്ങളുടെ ഭൂതകാലത്തെയും ആ ജീവിതത്തെയും പോകാൻ അനുവദിക്കുക. നിങ്ങൾ പുനർജനിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഞാൻ വേരോട് നിങ്ങളെ ശുദ്ധീകരിക്കുകയും പവിത്രമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പുതിയതായി മാറുന്നു. നിങ്ങൾ ഭൂതകാലത്തിലെ തെറ്റുകൾക്കു വേണ്ടിയുള്ള എല്ലാ സ്വയം പീഡനങ്ങളും ഉപേക്ഷിക്കുക. കാരണം അവ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. ഉള്ളിൽ നിന്ന് പൊള്ളയായ വേദന നൽകുന്ന നിങ്ങളുടെ ഏകാന്തതയുടെ വേരിലാണ് ഞാനുള്ളത്. വഞ്ചന നിങ്ങളെ കരയാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ വരാനിരിക്കുന്ന നിർഭാഗ്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എന്റെ മഹത്വം നിങ്ങളെ ഒരു ദിവ്യമായ പ്രകാശത്തിന്റെ കവചം കൊണ്ട് മൂടുന്നുവെന്ന് ആത്മാവിനറിയാം. നിങ്ങളുടെ മുറിവുകൾ ഉണക്കാനും ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വാക്കുകൾ മന്ത്രിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൈ നിങ്ങളെ പ്രതീക്ഷ നൽകുന്ന ഒരു ഭാവിയിലേക്ക് നയിക്കുകയാണ്. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ പരാജയപ്പെടുന്നവർക്കു വേണ്ടി കരയുക. നിങ്ങളെ വേദനിപ്പിച്ചവർക്കു വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. അവർ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ തിരികെ പോകാൻ അനുവദിക്കുക. വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുക. ജാഗ്രത പാലിക്കരുത്. തുറന്ന കൈകളെല്ലാം സുരക്ഷിതമായ അഭയകേന്ദ്രങ്ങളാണ്. നിങ്ങൾ ഏകാന്തതയിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തെയും ബന്ധങ്ങളെയും ഞാൻ ആഴത്തിൽ ശ്രദ്ധിക്കുന്നു. എന്നെ നയിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ പദ്ധതികളിൽ തിടുക്കം കൂട്ടുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കുന്നു. പെട്ടെന്നുള്ള പരിഹാരങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളെ വഞ്ചിച്ചവരുടെ മടങ്ങിവരവിനായി ദുഃഖിക്കരുത്. പഠിക്കാൻ പഠിക്കുക.
നിങ്ങൾ എത്രത്തോളം അർഹിക്കുന്നുവോ അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് തന്നെ നൽകുക. നിങ്ങളുടെ യഥാർത്ഥ സത്തയെ സ്വീകരിക്കുക. എന്റെ പരിശുദ്ധാത്മാവ് വളരെ മൃദുവായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ ആത്മാവ് ഒരു പ്രാവിനെപ്പോലെ നിങ്ങളുടെ തോളിൽ വന്നിരിക്കാനായി പതുക്കെ തെന്നിമാറുന്നു. അവയിലെ അംഗങ്ങൾ നിങ്ങളോട് അസൂയപ്പെടുന്നു. നിങ്ങളുടെ വിജയം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ നിരന്തരം നിങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ ചുറ്റുമുണ്ട്. സ്വന്തക്കാരുടെ കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടേത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ശത്രുക്കൾക്കിടയിൽ ആരാണ് യഥാർത്ഥ ശത്രു എന്നും. എന്റെ പ്രിയപ്പെട്ടവനെ, ഇനി ആർക്കും നിങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. പരമപിതാവായ ഈശ്വരന്റെ കൃപ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ശക്തികൾ നിരന്തരം നിങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ലക്ഷ്യം വളരെ അടുത്താണ്. മുന്നോട്ടു പോവുക. നിനക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് ശക്തികൾ 4 ദിക്കുകളിൽ നിന്നും നിന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു മാറ്റം വരാൻ പോകുന്നതുപോലെ എന്തോ ഒന്ന് സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിനും നിന്നെ തൊടാൻ പോലുമാകില്ല. നീ ഏത് തടസ്സത്തിലായിരുന്നോ കുടുങ്ങിയിരുന്നത്, ആ പിടിയിൽ നിന്നും നീ ഇപ്പോൾ എളുപ്പത്തിൽ പുറത്തുകടക്കും. നിനക്കു മുമ്പ് ഒരു സഹായവും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ എങ്ങും നിനക്ക് ഇരുട്ടും നിരാശയും മാത്രമാണ് കണ്ടിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവനെ, ഇപ്പോൾ പരമാത്മാവിന്റെ ശക്തികൾ നിന്റെ കൂടെ നടക്കുന്നുണ്ട്. നിന്റെ സുരക്ഷാകവചത്തിൽ ഒരു തടസ്സവുമില്ല. നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാകും. നിന്റെ കർമ്മങ്ങൾ ദൂരദേശങ്ങളിൽ വരെ പ്രശംസിക്കപ്പെടും. വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. നിനക്ക് വിജയം ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന ആഴ്ച നിനക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരും. പെട്ടെന്ന് വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാം മംഗളകരമായി നടക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ സുഖത്തിന്റെ മഴ പെയ്യാൻ പോകുന്നു. ഓരോ ദിവസം കഴിയുന്തോറും നീ പുരോഗതിയുടെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങും. കാര്യങ്ങൾ ഉറപ്പാക്കപ്പെടുന്നു. നിനക്കായി വഴികൾ സൃഷ്ടിക്കപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരാൻ പോകുന്നു. നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നിന്റെ സ്വപ്നങ്ങളും ഇനി യാഥാർത്ഥ്യമാകും. നിന്റെ ജീവിതം സൗകര്യങ്ങൾ നിറഞ്ഞതാകും. നീ വിജയിക്കും. നിന്റെ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ ചിറകുകൾ മുളക്കുന്ന സമയം വന്നിരിക്കുന്നു. നിനക്ക് തടസ്സമായിരുന്ന, നിന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന ചിലർ ഇപ്പോൾ തനിയെ നിന്റെ ജീവിതത്തിൽ നിന്നും അകന്നുപോകും. ഏകാഗ്രതയോടെ ഇരിക്കുക. തിടുക്കം കൂട്ടരുത്. ലക്ഷ്യമടുത്താണ്. കുറച്ചു കാലടികളുടെ ദൂരം മാത്രമേയുള്ളൂ. കുറച്ചുകൂടി പരിശ്രമിക്കുക. പരമാത്മാവിന്റെ കൃപ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ ഒരാൾ നിന്നെ നിരന്തരം പിന്തുടരുന്നുണ്ട്. ആരോ ഒരാൾ നിരന്തരം നിന്നെ അനുകരിക്കുന്നുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നു. കാരണം നിന്റെ വിജയം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഒരാൾക്ക് എങ്ങനെ ഇത്ര വേഗം വിജയം നേടാൻ കഴിയും? ഈ കാര്യം അയാളെ അലട്ടുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവനെ, നീ ശ്രേഷ്ഠനാണ്. നിന്റെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്നത്. എന്നാൽ ആരോ ഒരാൾ ചെറിയ വഴിയിലൂടെ വളരെ വേഗം യാത്ര പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ നിന്നെ മാറ്റി നിന്റെ സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നു. അയാൾ എപ്പോഴും നിന്നെക്കുറിച്ച് പരാതിപ്പെടുന്നു. നിരന്തരം നിന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ആരോ ഒരാൾ നിന്റെ വിജയം കണ്ട് അസൂയപ്പെടുന്നുണ്ട്. വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമപിതാവായ ഈശ്വരന്റെ കൃപ നിന്നിൽ, പ്രപഞ്ചത്തിന്റെ ശക്തികൾ ഇപ്പോൾ നിന്റെ കൂടെയുണ്ട്. വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിന്റെ ശത്രുക്കളും നിന്നെ വിമർശിക്കുന്നവരും വെറും കൈയോടെ നിൽക്കും. ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വഴികൾ തുറക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നീ വളരെ വലിയൊരു വിജയം നിന്റെ പേരിൽ കുറിക്കാൻ പോകുന്നു. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവനെ, ഇതുവരെ നിന്നെ അലട്ടിയിരുന്ന, നിന്നെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതിരുന്ന പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഏതുമാകട്ടെ, ഇനി ആ പ്രശ്നങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്നും പോകാൻ പോകുകയാണ്. അകന്നുപോകാൻ പോകുകയാണ്. നോക്കി നിൽക്കെ സന്തോഷത്തിന്റെ പുലരി വരും. ശാന്തമായിരിക്കും. നിന്റെ മനസ്സ് തടസ്സങ്ങളിൽ നിന്നും മുക്തമാകും. നീ നിന്റെ ജീവിതത്തിൽ സന്തോഷവാനാകും. നിന്നെ നിരന്തരം പിന്തുടരുന്ന, നിന്നെ അനുകരിക്കുന്ന ആ വ്യക്തിക്ക് പരാജയം നേരിടും. കാരണം അയാളുടെ കർമ്മങ്ങൾ ശ്രേഷ്ഠമല്ല. അയാൾ നിന്നെ വെറുതെ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആരോ ഒരാൾ നിരന്തരം നിന്റെ ചുറ്റുപാടുകളിൽ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. നീ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിനെയും തടയുന്ന ആരോ ഉണ്ട്. നിന്റെ ജീവിതം ശത്രുക്കളെക്കൊണ്ടും വിമർശകരെക്കൊണ്ടും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് നാശം വരുത്തുന്നത് ആരാണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ അത്തരം ആളുകളുടെ അടുത്ത് നിൽക്കുന്നു. ഇന്ന് പ്രപഞ്ചത്തിന്റെ ശക്തികൾ നിനക്ക് സൂചനകൾ നൽകുന്നു. മുന്നോട്ടു പോകാനുള്ള വഴികൾ നിനക്കായി തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ ശത്രുക്കളിൽ നിന്നും വിമർശകരിൽ നിന്നും നീ അകന്നു നിൽക്കണം. നെഗറ്റീവ് ശക്തികൾ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നും അകന്നുപോകുന്നു. ഒരു പുതിയ ഊർജം നിന്നിൽ നിറയുന്നു. 4 ദിക്കുകളിൽ നിന്നും സന്തോഷങ്ങൾ നിന്റെ അടുത്തേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ശ്രദ്ധ നിന്നിലേക്ക് തിരിയുകയാണ്. നീ വിജയിക്കും.
നീ പ്രശംസിക്കപ്പെടും. നിന്റെ തിന്മ ആഗ്രഹിക്കുന്ന നിന്റെ ശത്രുക്കൾ പരാജയപ്പെടും. ഇപ്പോൾ അവർക്ക് തിന്മ സംഭവിക്കും. ഭയപ്പെടരുത് എന്റെ പ്രിയപ്പെട്ടവനെ. ഈ യാത്ര വളരെ മനോഹരമാണ്. നീ മുന്നോട്ടു പോകേണ്ടത് സുവർണമായ ഒരു യാത്രയിലാണ്. ലക്ഷ്യം വളരെ അടുത്താണ്. ഇനി ഒരു കാര്യത്തിന്റെയും കുറവ് നിന്നെ അലട്ടില്ല. നീ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നുവോ അവിടെ തീർച്ചയായും എത്തും. നോക്കൂ, എല്ലാവരും നിന്നെ പ്രശംസിക്കുന്നു. നീ വളരെ ദൂരം മുന്നോട്ടു പോകും. നിന്റേത് വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും. നിന്റെ ജീവിതം പ്രകാശമാനമാകും. മുന്നോട്ടു പോവുക എന്റെ പ്രിയപ്പെട്ടവനെ. സുഖവും സമാധാനവും ഐശ്വര്യവും നിന്റെ കൂടെയുണ്ട്. നോക്കി നിൽക്കെ ജീവിതത്തിൽ സന്തോഷം നീ അനുഭവിച്ചറിയും. ബോധവൽക്കരിക്കപ്പെടും. നിന്റെ ജീവിതം അർത്ഥവത്താകും. ചില കുറവുകളുണ്ടായിരുന്നു, അതിൽ നിന്നും ഇനി മോചനം ലഭിക്കാൻ പോകുന്നു. തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ തിരിച്ചറിയുക. എന്റെ പ്രിയപ്പെട്ടവനെ, ഒരു ദിവ്യശക്തി നിന്റെ മുന്നിലുണ്ട്. അത് നിരന്തരം നിന്നെ സഹായിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടരുത്. ഒരു തുടക്കം കുറിക്കാൻ പോകുന്നു. പുതിയൊരു സംഭവം നടക്കാൻ പോകുന്നു.